ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണത്തിനോടനുബന്ധിച്ചുള്ളൊരു ക്ലീനിങ് വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ പാർട്ട് 2 ആണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ പിന്നീട് നെക്സ്റ്റ് ഞാൻ എൻ്റെ ബെഡ്റൂമിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ ക്ലീനിങ്. അപ്പോൾ കർട്ടൻസും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ ഇങ്ങനെയുള്ള ഒക്കേഷൻസൊക്കെ വരുമ്പോഴാണ് മെയിനായിട്ട് കർട്ടൻസൊക്കെ എടുത്ത് കഴുകുള്ളൂ. അപ്പോൾ എന്തായാലും അത് മിസ്സാക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ റൂമിലത്തെ കർട്ടൻസ് എടുത്തിട്ട് കഴുകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ ഓൾറെഡി ജനലൊക്കെ ഒന്ന് തുടച്ച കാരണം വലിയ പൊടിയില്ല, എന്നാലും ഞാൻ മൂക്ക് കെട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഓൾറെഡി കാരണം വീട്ടിലെല്ലാവർക്കും ഏതാണ്ട് പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. തുരുക്കുട്ടിക്ക് പനിയായിട്ടിരിക്കുകയാണ്. പിന്നെ ചെറിയതിൽ എനിക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ അച്ഛനും അമ്മയ്ക്കൊക്കെ പനിയായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കാരണം പിന്നെ ഒരു റിസ്ക് എടുക്കേണ്ട വിചാരിച്ചു. എന്തായാലും ഓണം എന്ന് പറയുന്നത് എന്തായാലും പ്രാവശ്യം ഓണം നമുക്ക് ഇല്ല കേട്ടോ. അങ്ങനെയുണ്ട്, ഓണം നമുക്ക് ഇല്ല. ഒരു റിലേറ്റീവ് മരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ജനൽ തുടയ്ക്കുകയാണ് കേട്ടോ. ഒന്നും കൂടി ഞാൻ അന്ന് തുടച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും ഒന്നുകൂടി ഒത്തിരി കാര്യമായിട്ട് തുടയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പണ്ടൊക്കെ ആണെങ്കിൽ ഓണത്തിൻ്റെ 2 ദിവസം മുന്നേ എന്നിട്ട് എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യും. ഇപ്പോൾ അതങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, സമയം കിട്ടാത്ത കാരണമാണ് ഇങ്ങനെ ഓരോ ദിവസം ഓരോന്ന് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ദുരുക്കുട്ടിക്ക് വയ്യാത്ത കാരണം ദുരുക്കുട്ടി എന്താ പറയുക ഫുൾ ടൈം തന്നെയാണ് കേട്ടോ. തീരെ വയ്യ, കഫക്കെട്ടൊക്കെ ആയിട്ട്. അപ്പോൾ ഞാനിതാ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുമ്പോൾ ചെറിയ പൊടിയൊക്കെ പറ്റിയ കാരണം അതൊക്കെ ഒന്ന് തുടച്ച് വെച്ചു കേട്ടോ. പിന്നെ ഈ ജനലമ്മ ദുരുക്കുട്ടിയുടെ കുറച്ച് മരുന്നുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചു. പിന്നെന്താ, ഇപ്പോൾ ആദ്യം ഈ റൂമിൽ മാത്രമാണ് കേട്ടോ ചുമരിൽ ഇത്തിരി വൃത്തിയായിട്ട് ഇരുന്നായിരുന്നു. ദുരുക്കുട്ടി ഇത് വരയ്ക്കാറില്ല. ഇപ്പോൾ ദുരുക്കുട്ടി ഇവിടെയും വരച്ചു തുടങ്ങിയപ്പോൾ ഇവിടുത്തെ ചുമരും ആകെ വൃത്തികേടായിട്ടാണ്. പിന്നെ നമ്മൾ തടയാറൊന്നുമില്ല, അവൾ ചെയ്തോട്ടെ വിചാരിച്ചു. അപ്പോൾ ഞാൻ റൂമിലത്തെ അലമാരി ഒന്ന് തുടയ്ക്കുന്നുണ്ട്. അതിലും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതൊന്ന് പൊക്കോട്ടെ വെച്ചിട്ട് അവിടെ ഒന്ന് വൃത്തിയിൽ തുടയ്ക്കാനായിട്ടാ. പിന്നെ പിന്നെ ചേട്ടൻ്റെ ടേബിളാണ് അതിനുള്ളത്. ഷെൽഫ് തന്നെ ഓൾറെഡി കഴിഞ്ഞ തവണ ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. കഴിഞ്ഞ തവണ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ ടേബിൾ ഇനി ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ചേട്ടൻ ഓൾറെഡി വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ വൃത്തിയാക്കാൻ വന്നത്. ചേട്ടൻ ഭക്ഷണം കഴിക്കാൻ പോയ സമയത്താണ്. അപ്പോൾ അത് കാരണം അതിന് വയറൊന്നും അധികം കാര്യമായിട്ടൊന്നും അടക്കി വരക്കി വെച്ചില്ല. ചേട്ടൻ തന്നെ വർക്ക് ചെയ്യാൻ വരും. അപ്പോൾ അവിടെ നിന്ന് തുടച്ചൊന്ന് നീറ്റാക്കി പിന്നെ ഇനി തുടയ്ക്കുകയാണ് കേട്ടോ. ഇപ്പം അടുത്തതുപോലെ റൂമൊന്നും നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഇത് റുക്കൂട്ടി ഇങ്ങനെ ഓരോ സാധനം അവിടെ ഇവിടെ വലിച്ചെറിയുന്ന കാരണം, പിന്നെ ചേട്ടനും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോന്ന് കഴിക്കുന്ന കാരണം അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ വൃത്തിയാക്കൽ ഏകദേശം പകുതിയായപ്പോൾ തന്നെ ദുർക്കുട്ടി അവിടെ ഭയങ്കര വാശിയായിട്ട്, കാരണം വയ്യാത്ത കാരണം ഫുൾ കരച്ചില്ല, ആദ്യം കയ്യിലിരിക്കുന്നില്ല, അങ്ങനെയൊക്കെ ഒരവസ്ഥകളുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ വേഗം സ്പീഡാക്കി. പിന്നെ അതിൻ്റെ ഇടയിൽ അമ്മ വന്നെടുത്തപ്പോൾ കുറച്ചൊരു ശമനം കിട്ടിയപ്പോൾ അത് കാരണം ഞാൻ പിന്നെയും ക്ലീനിങ് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഞാൻ ഓൾറെഡി ബെഡ്ഷീറ്റ് തലേദിവസം മാറ്റി കാണാണ്ട് ഞാൻ ബെഡ്ഷീറ്റ് ഇങ്ങനെ മടക്കിയിട്ടത് പൊടിയാവണ്ട വിചാരിച്ചിട്ട്. അപ്പോൾ പിന്നെ ബാക്കി തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ആ വീഡിയോ ഒന്ന് ഏകദേശം വൃത്തിയാക്കിയിടലാണ് കേട്ടോ. അപ്പോൾ 2 വീര് വിരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് നല്ല ഭംഗിയിൽ വിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ വേറെ പ്ലാനിങ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് അടുക്കളയിലെ ഓരോ ഭാഗങ്ങൾ വൃത്തിയാക്കുന്നതൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് തിരിയാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. എന്താ പറയുക, വീഡിയോസ് എടുക്കാനും പറ്റുന്നില്ല. ഞാൻ പറഞ്ഞിട്ട് ഉണ്ണിക്ക് വയ്യാത്ത കാരണം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടായി പോയിട്ട് അത് കാരണം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും പറ്റുന്നത് പോലെ ക്ലീനും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും വയ്യ, എല്ലാവർക്കും ഒരു മൂടില്ല. ഓണമെന്ന് പറയുന്നത് വല്ലാത്തൊരവസ്ഥയായി പോയി. അപ്പോൾ ഈ കട്ടിലുമത്തെ പില്ലോസൊക്കെ താഴെ റൂമിലാണ് കേട്ടോ. ബ്രൂട്ടിൻ്റെ രാവിലെ അവിടെ ഉറക്കാതെ കാരണം അവിടെയാണ് കേട്ടോ. അല്ലാതെ കാരണം ഇവിടെ 2 ഉള്ളൂ. അങ്ങനെ കട്ടിലൊക്കെ ഏകദേശം സജ്ജീകരിച്ച് കഴിഞ്ഞു. പിന്നെ അത് ദുർക്കുട്ടിയുടെ നോസ് ഡ്രോപ്സൊക്കെയാണ് കേട്ടോ അത്. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചു. ഇപ്പോൾ ജലദോഷ കാരണം അതും കട്ടിലുമ്പോൾ തന്നെ എല്ലാം വെക്കും കേട്ടോ ഞാൻ. അപ്പോൾ ഞാൻ ഓൾറെഡി ഷെൽഫ് വൃത്തിയാക്കിയതാണ്. എന്നാലും എല്ലാം വൃത്തിയാക്കുന്ന കൂട്ടത്തിൽ ഞാൻ ചുമ്മാ ഒന്ന് ജസ്റ്റ് തുടച്ചു കേട്ടോ. പിന്നെ ശേഷം ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ടോയ്ലറ്റ് ക്ലീൻ ചെയ്തു. അങ്ങനെ എല്ലാം കഴിഞ്ഞു. റൂം ഇവിടെ വൃത്തിയായിട്ടാ. പിന്നെ അടുത്തൊരു ഏരിയ എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ടുള്ള റൂമിലുള്ള മേലത്തെ ഒരു പോർഷനാണ്. അപ്പോൾ അവിടെ നമ്മളങ്ങനെ യൂസ് ചെയ്യൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ ഈ ഉപയോഗിക്കാത്ത സോഫയും കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. പിന്നെ അച്ഛൻ്റെ തയ്യൽ മെഷീൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ കുറച്ച് ക്രാഫ്റ്റും കാര്യങ്ങളും ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു കുട്ടിയുടെ ഫോട്ടോസും അങ്ങനെ ബോട്ടിൽ ആർട്ട് അങ്ങനെ കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ളൂ. വേറെ ഇവിടെ അധികം ആരും ഇങ്ങനെ ഇരിക്കുന്ന സ്ഥലമൊന്നുമല്ല. അപ്പം എന്നാലും അവിടുത്തെ ആ ഷീറ്റൊന്നും ഞാൻ മാറ്റാമെന്ന് വിചാരിച്ചു. പിന്നെ അമ്മയുടെ ഒരു അലമാരി അവിടെ ഇരിക്കുന്നുണ്ട്. അമ്മയുടെ സാരികളൊക്കെ വയ്ക്കുന്നതാണ്. അപ്പോൾ ആ അലമാരി ഒന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊന്ന് തുടച്ചു. പിന്നെ മെയിനായിട്ട് ഇത് ഞങ്ങൾ കല്യാണത്തിന് കിട്ടിയിട്ടുള്ള ഞങ്ങളുടെ ഒരു കലണ്ടറാണത്. അപ്പോൾ ആ കാർഡ്ബോർഡ് ബോക്സ് അവിടെ ഒരു അഭംഗിയായി ഇരിക്കണ കാരണം ഞാൻ അതും ഒരു ഷീറ്റിൽ വെച്ചിട്ട് ഈ ഒരു ഫോട്ടോ വെച്ച് അതൊരു ടേബിൾ പോലെ ആക്കിയിട്ട് വെച്ചേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഒരു ഷീറ്റ് വിരിക്കണം. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഇന്ന് പൊടിത്തിട്ടെടുക്കുകയാണ്. ഓൾറെഡി ഇവിടുത്തെ ജനലും കാര്യങ്ങളൊക്കെ ഓൾറെഡി അമ്മ തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞു കേട്ടോ. അതാണ് ഞാൻ പിന്നെ ഇവിടുത്തെ തുടയ്ക്കാൻ പോകാത്തത്.
പിന്നെ ഞാനത് പുതിയൊരു ഷീറ്റ് ഈ സോഫമ്മ വിരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ആരും ഇരിക്കൊന്നുമില്ല, പക്ഷെ എന്തായാലും ഇവിടുന്ന് പൊടിയൊക്കെ ഉള്ളത് ഉണ്ടാവും മറ്റേതിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ച് പുതിയത് ഞാൻ വിരിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ തന്നെ ഒരു കുഞ്ഞു സോഫയും കൂടി ഉണ്ട്. ആ സോഫയും ഇടുന്ന ഒരു ഷീറ്റ് ഞാൻ കാർഡ്ബോർഡ് ബോക്സും ഇടും കേട്ടോ. അപ്പം അങ്ങനെയാണ് ചെയ്യാൻ പതിവ്. അപ്പോൾ ആ കാർഡ്ബോർഡ് ബോക്സിൻ്റെ ഒരു അഭംഗി ഉണ്ടാവില്ല, അതൊരു ടേബിൾ പോലെ ഒരു ഭംഗിയുള്ള ഒരു ഷോപ്പീസ് പോലെയാവും. അത് കാരണമാണ് അങ്ങനെ ചെയ്യണേ കേട്ടോ. അപ്പോൾ അതിപ്പോൾ ഇവിടെ താഴ്ത്തിരിക്കണം, അത് കാരണം ഇനി അത് പോയി എടുക്കണം. പിന്നെ ഉള്ളത് ഞാനിപ്പോൾ ഇവിടെ വിരിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി ഇവിടെ എന്താ പറയുക, ചേട്ടൻ ഇതുപോലെ ഓൺലൈനിൽ എന്തോ വാങ്ങിച്ചിട്ടുള്ള ഈ ഒരു കുഷ്യൻ പോലെയുള്ള ഒരു ചെയറാണത് കേട്ടോ. അതും ഇതുപോലെ ഉപയോഗിക്കാണ്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അവിടെ കുറച്ച് കട്ട് പീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ആ തയ്യൽ മെഷീൻ്റെ ഭാഗമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കേട്ടോ. പിന്നെ ഇത് മൂടുന്ന തുണിയാണ്. അപ്പോൾ അതൊക്കെ ഒന്നും കൂടി ഒന്ന് അടക്കി ഒതുക്കി ഒന്ന് കറക്റ്റായി വിരിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തെ ക്ലീനിങ്ങിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ ഓൾറെഡി അമ്മ വൃത്തിയാക്കി കാരണം ഇനി ഞാൻ ജനലും ഒന്നും തൊടുന്നില്ല. അപ്പം ആ ഭാഗം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ മെയിനായിട്ട് ഇവിടെ തുടച്ചൊന്ന് എടുക്കണം. അപ്പോൾ തുടയ്ക്കാൻ പോകണം. അപ്പോൾ ആ ഭാഗം തുടയ്ക്കാൻ അധികം ഏരിയ ഇല്ല കേട്ടോ. അപ്പോൾ അത് കാരണം അതൊന്ന് പെട്ടെന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തുടയോട് കൂടിയിട്ട് മേലത്തെ ഏതാണ്ട് പോർഷനൊക്കെ കഴിഞ്ഞു. പിന്നെ അമ്മയുടെ റൂമും അച്ഛൻ്റെ റൂമാണ് അത് അമ്മ ഓൾറെഡി ഇത് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ കർട്ടൻസും കാര്യങ്ങളൊക്കെ ഞാൻ വാഷിംഗ് മെഷീനിലിട്ടിട്ട് കഴുകാം. അപ്പോൾ അതാകുമ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടും, പെട്ടെന്ന് വലിഞ്ഞും കിട്ടും. പിന്നെ ഓൾറെഡി ഇത്തിരി മഴ, ഓണത്തിനോടനുബന്ധിച്ച് നല്ല മഴയാണ് കിട്ടും എല്ലാ ദിവസവും. അപ്പോൾ ഞാൻ തുണികളൊക്കെ ഒന്ന് അലക്കാൻ കൊണ്ടുപോയിട്ടാണ്. പിന്നെ നമ്മുടെ സ്റ്റെയർ കേസ് വന്ന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കൃഷ്ണൻ്റെ ഒരു വിഗ്രഹമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തുടച്ച് അവിടെ ഒന്ന് വൃത്തിയാക്കാണ് കേട്ടോ. അവിടെ പൊടി ഒന്ന് തട്ടി ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ അതോടുകൂടി പിന്നെ സ്റ്റെയർ കേസ് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റെയർ കേസ് തുടച്ചോട് കൂടിയിട്ട് പിന്നെ മേലത്തെ പോർഷൻ്റെ ക്ലീനിങ് ഒക്കെ ഏകദേശം എല്ലാം മൊത്തത്തിൽ കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ ഞാൻ ഓൾറെഡി താഴെ ബെഡ്റൂം ക്ലീനാക്കി കഴിഞ്ഞു. പിന്നെ ഉള്ളത് താഴെ പിന്നെ നമ്മൾ വലിയ ഡീപ്പ് ക്ലീനിങ് ചെയ്യാൻ മാത്രമുള്ള കാര്യങ്ങളില്ല. പിന്നെ ഉള്ളത് അപ്പോൾ ഓൾറെഡി ഞാൻ മേലത്തെ പോർഷൻ ഒന്ന് കാണിച്ചു തരാണ് കേട്ടോ. ഓൾറെഡി വൃത്തിയാക്കിയിട്ടുണ്ട്, അതൊന്ന് കാണിച്ചു തന്നതാണ്. പിന്നെ അതാണ് കൃഷ്ണൻ്റെ ഏരിയയും നല്ല വൃത്തിയായിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ടി വി സ്റ്റാൻഡ് ഇതുപോലൊരു പഴയ ഒരു സ്റ്റാൻഡാണ്. അപ്പോൾ പിന്നെ ഇവിടെ ഒരു ടീപ്പോയി ഇതിൻ്റെ ഉള്ളിലായിട്ട് വെച്ചിട്ടുണ്ട്. കാരണം ഇത് ഈ സോഫയുടെ സെറ്റ് വാങ്ങിച്ചപ്പോൾ ഒപ്പം വാങ്ങിച്ചതാണ്. പിന്നെ ഇതൊരു കൂടി ചെറുണ്ടായിരുന്നപ്പോൾ ഇതിൻ്റെ വക്ക ഇങ്ങനെയുള്ള മേത്ത് തട്ടണ്ടാവുക വെച്ചിട്ട് ഞങ്ങളത് ഉള്ളിലേക്ക് മാറ്റി വെച്ചാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു കുറേ ദിവസം അത് അതിൻ്റെ ഉള്ളിൽ ഇരിക്കണു, വാങ്ങിച്ചിട്ട് ഒരു ഉപയോഗമില്ലാണ്ട് ഇരിക്കില്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു അത് ടി വി സ്റ്റാൻഡിന് പകരം ഇടാമെന്ന്. അപ്പോൾ അതുമുള്ള സാധനങ്ങളൊക്കെ ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ഹെൽമെറ്റ്, പിന്നെ ഉപയോഗിക്കാത്ത കുറേ സാധനങ്ങൾ, കവേഴ്സ്, അങ്ങനെ സാധനങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ മുഖം കെട്ടിക്കണം, നല്ല പൊടി ഉണ്ടാവും. പിന്നെ ഈ സാധനത്തിനും പൊടി ഉണ്ടാവും. അത് കുറേ കാലമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കുറേ പെബിൾസ് പോലത്തെ കുറേ കല്ലുകളുണ്ട്. അപ്പോൾ അത് ഈ പിള്ളേർ വന്നിട്ട് ഇത് പറക്കണ കാരണം അതൊരു കവറിലാക്കിയിട്ട് കെട്ടി വെച്ചിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഞാനൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു തീരുമാനം എന്താണെന്ന് എനിക്കറിയില്ല. കാരണം ഇതിനി വെച്ച് കഴിഞ്ഞ് ഈ കല്ലുകളൊക്കെ ഇതുപോലെ ധ്രുക്കുട്ടിയായാലും കൈയിട്ടെടുക്കും. പക്ഷേ എന്തായാലും വിചാരിച്ചു ആ ടി വി സ്റ്റാൻഡ് അവിടെ നിന്ന് മാറ്റി. ഇതിങ്ങനെ ഇത്തിരി നല്ലൊരു ടീപ്പോയി ഇതിങ്ങനെ വെറുതെ ഇരിക്കാനാണ് അപ്പോൾ എനിക്കൊരു വിഷമം. അപ്പോൾ അതാ ചേട്ടൻ്റെ സ്പീക്കർ, കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഇതിൽ ഇല്ലാത്ത സാധനങ്ങളില്ല. എന്താ പറയുക, സ്പീക്കർ, ഓരോ മോഡം, അതുപോലെ കേബിളിൻ്റെ സെറ്റ് ഓഫ് ബോക്സ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഒക്കെ വള്ളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിണഞ്ഞ് കിടക്കുകയാണ്. പിന്നെ ലാൻഡ് ലൈൻ, ഇപ്പോൾ അതിൻ്റെ സാധനങ്ങൾ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഒന്ന് അടുക്കി ഇതോടുകൂടി ഒന്ന് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു. കുറേ വയറുകൾ, ആവശ്യമില്ലാത്ത വയറുകളുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ലാൻഡ് ലൈൻ കുറച്ച് കാലമായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ആ ഫോണൊന്ന് മാറ്റി വെച്ചു. ഇനി അതിവിടെ ഇരുന്നിട്ട് ഉപയോഗമൊന്നുമില്ലല്ലോ. എന്നിട്ട് ഞാൻ ആ സ്റ്റാൻഡ് എടുത്തു. സ്റ്റാൻഡിൽ ഓൾറെഡി ഒരു സ്പീക്കർ ഉണ്ട്. ആ സ്പീക്കർ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അതിന് പകരം ചേട്ടൻ പുതിയ സ്പീക്കർ വാങ്ങിച്ചിരിക്കണേ. അപ്പോൾ പക്ഷേ അതോടുകൂടി തന്നെ അങ്ങോട്ട് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ കേബിൾസ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഞാനത് ടീപ്പ് വരുന്ന സ്ഥാനത്ത് വെച്ചോട്ടാ. പിന്നെ അപ്പോൾ ഇതൊരു 3 ലെയറായ കാരണം കുറേ സാധനങ്ങൾ അതിൽ കൊള്ളും. അപ്പോൾ അവിടെ ഇരുന്ന് അനാവശ്യ സാധനങ്ങളൊക്കെ ഞാൻ അതിൽ വെച്ച്, അപ്പോൾ അത് കുറച്ചും കൂടി അടക്കൊതുക്കത്തിൽ ഇങ്ങനെ വാരി വലിച്ച് കിടക്കാത്ത പോലെ ഇപ്പം ഒന്ന് അടക്കൊതുക്കത്തിൽ അതൊന്ന് എന്താ പറയുക, നല്ല രീതിയിലൊന്ന് അടങ്ങി ഒതുങ്ങിയിരിക്കുന്നു. പിന്നെ അതൊക്കെ റെയിൻകോട്ട്, അങ്ങനെ കുറേ സാധനങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കുകയാണ്. പിന്നെ ഇതിൽ കൂടിയിട്ട് കുറച്ച് സൈക്കിള്, അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. പിന്നെ കുറേ കാർഡ്ബോർഡ് ബോക്സുകളൊക്കെയാണ്. അപ്പോൾ അത് ഈ ചേട്ടൻ്റെ PS5-ൻ്റെ ഒക്കെയാണ്. അപ്പോൾ അതൊന്നും കളയാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ഞാൻ അവിടെ തന്നെ വെച്ചു. പിന്നെ മറ്റ് സാധനങ്ങൾ വില ഉപയോഗിക്കാത്ത കുറച്ച് കവേഴ്സ് കാര്യങ്ങളൊക്കെ ഉള്ളത് ഞാൻ അവിടെ നിന്ന് മാറ്റിയിട്ടാണ്. പിന്നെ ചില കവറുകളൊക്കെ മടക്കി വെച്ചു. ചിലപ്പോൾ ആവശ്യമുണ്ടാവും, എപ്പോഴും ആവശ്യം വരുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഭാഗം ഒന്ന് ഏകദേശം ഒടുങ്ങിക്കഴിഞ്ഞു. പിന്നെ അതിങ്ങനെ പെട്ടെന്ന് അധികം ആരും അറിയില്ല, ആ ഭാഗത്ത് കാണുന്ന സ്ഥലമല്ല.
പിന്നെ ഒരു കൊടയാണ്, അതും വെച്ചു കേട്ടോ. പിന്നെ അത് ഈ സ്ഥലം കണ്ടോ, നിറച്ച് വയറുകളും പിന്നെ അതിലില്ലാത്ത സാധനങ്ങളില്ല. ആ ടീപ്പ് വരുന്ന ഭാഗത്ത് നിറച്ച് പൊടിയും കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ആവശ്യമില്ലാത്ത കുറേ വയറൊക്കെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. പിന്നെ കുറേ കണക്ഷനൊക്കെ വെടിയിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അത് ചേട്ടനെ കൊണ്ട് വേണം തിരിച്ച് കണക്ഷനൊക്കെ ശരിയാക്കിപ്പിക്കാൻ. എനിക്ക് വലിയ ഐഡിയ ഇല്ല. അങ്ങനെ അവിടെ ഞാനൊന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ, കൈ കൊണ്ട് തുടച്ചെടുത്തു. കാരണം മറ്റേ ഏരിയസിനൊക്കെ തുടച്ചതായിരുന്നു. അങ്ങനെ ആ ഭാഗം മാറ്റി ഞാൻ ആ ടീപ്പോയി അവിടെ വെച്ചു കേട്ടോ. സ്പീക്കറാണെങ്കിലും കുറച്ച് ലെങ്ത്ത് ഉണ്ട്. അപ്പോൾ അത് കാരണം ഈ ടീപ്പോയുമ്പോൾ പിന്നെ ഏകദേശം ഒന്ന് സെറ്റായിട്ട് അത് ഇരുന്നോളും. അപ്പോൾ ഞാൻ കണക്ഷനൊക്കെ ശരിയാക്കിയ ശേഷം എല്ലാ സ്ഥലം ഒന്ന് വർക്ക് ചെയ്യുന്നില്ലെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, എല്ലാം വർക്ക് ചെയ്യുന്നൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ കുറച്ചും കൂടി സ്ഥലം കിട്ടിയപ്പോൾ ഞാൻ ധ്രുക്കുട്ടിയുടെ സാധനങ്ങളൊക്കെ ഒന്നും കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഏകദേശം അവിടെ ഒരു ഇത്തിരി ഓക്കെ ആയി, വൃത്തിയായി, മനസ്സിലായി. പിന്നെ ഞാൻ മറ്റ് വൃത്തിയാക്കുമെന്ന് പറഞ്ഞ് ഞാൻ ഇനി ഷെൽഫ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് അടുക്കി പറിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഉള്ള ഭാഗം എന്ന് പറഞ്ഞാൽ അടുക്കളയാണ്. അപ്പോൾ അടുക്കള വളരെ വിശാലമായിട്ട് വൃത്തിയാക്കി ക്ലീൻ ആക്കാനുള്ള ടൈം എന്തായാലും ഇല്ല. അപ്പോൾ അത് കാരണം ഞാൻ ഈ ഷെൽഫ്സ് കാര്യങ്ങളൊക്കെ വേഗം വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കി പറക്കി എല്ലാ സാധനങ്ങളും ഒന്ന് പൊടി തട്ടിയിട്ടൊക്കെ ഒന്ന് വെക്കാനായിട്ട്. പിന്നെ ധ്രുക്കുട്ടിയുടെ കുറച്ച് ടോയ്സൊക്കെ ഇതിനുള്ളിൽ കയറിയിട്ടുണ്ട്. ടോയ്സിൻ്റെ മുഖമൊക്കെ ധ്രുക്കുട്ടി നെയിൽ പോളിഷൊക്കെ വെച്ചിട്ട് ആകെ വികൃതമാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നാലും ഞാനതൊക്കെ ഒന്ന് സജ്ജീകരിച്ച് വെച്ചു. ഇപ്പോൾ ടോയ്സ് വെച്ചുള്ള കളി വളരെ കുറവാണ്. ഇതിങ്ങനെ ഷോ പീസായിട്ട് വയ്ക്കാൻ തന്നെ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കളികളൊക്കെ നിന്നു കേട്ടോ. അപ്പോൾ കണ്ണി കണ്ട സാധനം കയറിലൊക്കെയാണ് അവളുടെ കളി എന്ന് പറയുന്നത്. അങ്ങനെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി തുടച്ച് വെക്കാനായിട്ടാ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എന്ത് സാധനം ചെയ്താലും 2 ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ. പിന്നെ ഇതുപോലെ തന്നെയാവും. പക്ഷേ കുറച്ച് നേരമെങ്കിലും ഇതൊക്കെ ഒന്ന് അടങ്ങി ഒതുങ്ങിയിട്ട് ഇങ്ങനെ കാണാനൊരു സന്തോഷം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആ ഷെൽഫ് വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ കുറേ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വെക്കുന്ന ഷെൽഫാണ്. ഇതിൽ കുറേ സോപ്പ് ഐറ്റംസ് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ആകെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ എന്താ പാത്രങ്ങളൊക്കെ ഓൾറെഡി അത്യാവശ്യം നല്ല രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് കാരണം ഒന്ന് ഷെൽഫും ജസ്റ്റ് തുടച്ചിട്ട് മറ്റ് അലങ്കോലമായിരിക്കുന്ന സോപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഓരോ ടൈപ്പ് സോപ്പാണ് ഉപയോഗിക്കുക. അതാണ് പല ടൈപ്പ് സോപ്പുകളിലൂടെ കാണാൻ പറ്റും. അങ്ങനെ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്ന് പറയുന്നത് ഇതിനൊക്കെ ചെതലൊക്കെ ഏകദേശം വന്നു തുടങ്ങിയിട്ട്. അപ്പോൾ ചെതലിപ്പോൾ അധികം കാണാമല്ലോ, പക്ഷേ പൊടികളുണ്ട്. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് തുടച്ചെടുത്തു. പിന്നെ കുറച്ച് ടോയ്സ് കാരണം ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവിടെ നിന്ന് മാറ്റി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആവശ്യം വരുന്ന പ്ലെയർ, സ്ക്രൂ ഡ്രൈവർ അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനങ്ങനെ ഷോ ആവാത്ത രീതിയിൽ ഞാൻ കുറച്ച് ബാക്കിലേക്ക് വെച്ച് അത് ഈ ഉരുളി വെച്ച് മറച്ച് വൃത്തിയാക്കിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഏകദേശം സെറ്റായിട്ടുണ്ട്. പിന്നെ ഞാൻ മൊത്തത്തിലൊന്ന് തുടച്ചൊന്ന് വൃത്തിയാക്കാണ്. പൊടിയും മാറാലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാണ് കേട്ടോ. അപ്പോൾ മേലെ ഇതുപോലെ ടേപ്പ് റെക്കോർഡുണ്ട്. അപ്പോൾ അതും യൂസ് ചെയ്യുന്ന റേഡിയോ തന്നെയാണ് കേട്ടോ. അപ്പോഴും അത് റേഡിയോ കേൾക്കാറുണ്ട്, രാവിലെ അച്ഛനമ്മ കേൾക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ചുമ്മാ തുടച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഭാഗം കൂടി കഴിഞ്ഞു. അപ്പോൾ ഇതാ ഷെൽഫ് ഏകദേശം വൃത്തിയായി. പിന്നെ ഇത് ഫ്രണ്ട് ഏരിയയിലുള്ള എൻ്റെ ഷോക്കേസാണ് കേട്ടോ. അപ്പോൾ അതിലും ഇതുപോലെ തന്നെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അടക്കി പറിക്കി വെക്കലാണ് മെയിനായിട്ട് ചെയ്ത പരിപാടി കേട്ടോ. പൊടി അധികം ഉണ്ടായിരുന്നില്ല, പൊടി വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ ഫോട്ടോസ്, ടോയ്സ് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി ഒക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ പെർഫ്യൂംസിൻ്റെ കുപ്പിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒക്കെ പൊട്ടുന്ന രീതിയിലുള്ള സാധനങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിക്ക് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ അതിലിരിക്കുന്ന ഗ്രാം ഫോൺ പോലത്തെ സാധനം പണ്ട് ചേട്ടന് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിപ്പോൾ ഞാൻ എടുത്തപ്പോൾ പൊട്ടിപ്പോയി. അപ്പോൾ ഒരു ഏകദേശം ഒരു സെറ്റപ്പിൽ ഞാൻ വെച്ചതാണ് കേട്ടോ പൊട്ടിയത്. പിന്നെ ഈ ഷോക്കേസിൻ്റെ ഉള്ളിൽ കുറേ സാധനമുണ്ട്. ചേട്ടൻ മരുന്ന് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ ബുക്സ് കാര്യങ്ങൾ, സ്വർണ്ണൻ്റെ കളിക്കുടുക്ക അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആവശ്യമില്ലാത്തതാണ്. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വിചാരിച്ചു എന്നല്ലേ ആവശ്യമുള്ള സാധനം മാത്രമല്ല വെച്ചാൽ മരുന്ന്. അപ്പോൾ അതിൽ കുറേ നോട്ടീസ് കാര്യങ്ങൾ, അതുപോലെ തന്നെ സ്വർണ്ണൻ്റെ കളിക്കുടുക്ക അതൊക്കെ ഞാൻ അവിടെ നിന്ന് മാറ്റി വെച്ചു. ബാക്കി അത്യാവശ്യം ഇത്തിരി ആവശ്യമുള്ള സാധനം തോന്നുന്ന സാധനം മാത്രം ഞാൻ അതിൽ തിരിച്ചു വെച്ചുള്ളൂ കേട്ടോ. പിന്നെ ചേട്ടൻ്റെ മരുന്നുകൾ അതുപോലെ തന്നെ ഉണ്ട്. അത് ചേട്ടന് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ചേട്ടൻ അതിൽ വെച്ചേക്കണം കേട്ടോ. അപ്പോൾ അതൊന്നും കാണാത്ത രീതിയിൽ ഇത്തിരി ഒതുക്കി ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം ഒന്ന് സെറ്റായി അത്യാവശ്യം വൃത്തിയായി. പിന്നെ ഞാൻ ഇത് സ്ലൈഡ് ചെയ്ത് മാറ്റിയ ഫോട്ടോ ഒന്ന് മാറിപ്പോണ്ടായിരുന്നു. അതൊന്ന് കറക്റ്റ് ചെയ്യാൻ കുറച്ച് പരിശ്രമിച്ചിട്ടാണ് അവിടെ ശരിയായത്. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ഓണം വിഷ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതുവരേക്കും ബൈ.